Allah is great. Allah's greatness is beyond the limits of human comprehension. He is the creator of the heavens and the earth, the sustainer of all life. അള്ളാഹുവിൻ്റെ മഹിമ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവാണവൻ. അവൻ്റെ മഹത്വം അവൻ്റെ നാമങ്ങളിലും സവിശേഷതകളിലും പ്രതിഫലിക്കുന്നു. الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الله 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 الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الله അൽ ഖാലിഖ്, സൃഷ്ടാവ്. അൽ ഖാലിഖ് എന്നത് സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് എന്നർത്ഥം വരുന്നു. എല്ലാവരെയും എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു സൃഷ്ടിക്കപ്പെടാത്തവനാണ്, എന്നാൽ എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. അള്ളാഹു സൃഷ്ടിക്കുന്നതിൻ്റെ സുതാര്യതയും വൈവിധ്യവും അതീവ അത്ഭുതകരമാണ്. സൃഷ്ടിയിലേക്കുള്ള ഓരോ ഘട്ടവും ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കപ്പെടുന്നു. ഖാലിഖ് എന്നത് ഓരോ ജീവജാലത്തെയും അവൻ്റെ സൃഷ്ടിയുടെ ഭാഗമായിക്കൊണ്ട് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നതാണ്. അൽ ബാരി, മാറ്റങ്ങൾ കൊണ്ടുവരുന്നവൻ. അൽ ബാരി എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവൻ അല്ലെങ്കിൽ വിപുലീകരിക്കുന്നവൻ എന്നർത്ഥം. സൃഷ്ടി ആരംഭിച്ചതിനു ശേഷം ഓരോ ജീവജാലത്തെയും അവയ്ക്കുള്ള സ്വാഭാവിക രൂപങ്ങൾ നൽകാൻ അള്ളാഹു ഒരു വലിയ ശക്തിയാണ്. ഓരോ ജീവിയും തങ്ങളുടെ സ്വന്തം സ്വഭാവങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാ ദൈവിക സൃഷ്ടികളിലും ഒരു സമന്വയവും സൃഷ്ടിയിൽ ഒരിക്കലും പിഴവില്ലാത്തതും ബാരി എന്ന ദൈവിക പദത്തിൻ്റെ ഭാഗമാണ്. അൽ മുസവ്വിർ, രൂപം നൽകുന്നവൻ. അൽ മുസവ്വിർ എന്ന് പറയുന്നത് രൂപം നൽകുന്നവൻ, പടം വരയ്ക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാം സർഗാത്മകമായി സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. എല്ലാത്തിനും അതാതിന് പ്രത്യേകമായി രൂപവും സവിശേഷതയും നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ഓരോ സൃഷ്ടിയെയും എങ്ങനെ കാണണമെന്നതുപോലെ രൂപം നൽകുന്നു. ഓരോ സൃഷ്ടിയും പൂർണ്ണതയും സൗന്ദര്യവും ഉൾക്കൊള്ളുന്നവനാണ്. മുസവ്വിർ എന്ന പദം അള്ളാഹുവിൻ്റെ സർഗാത്മകതയുടെ പ്രതിഫലനമാണ്. കാരണം അവൻ്റെ സൃഷ്ടിയിൽ ഓരോന്നിനും തൻ്റേതായ സവിശേഷതയുണ്ട്. ഈ മൂന്ന് പേരുകളും അള്ളാഹുവിൻ്റെ സൃഷ്ടി ശക്തിയും സൃഷ്ടിയിൽ വരുത്തുന്ന വൈവിധ്യങ്ങളും സർഗാത്മകതയും വ്യക്തമായി വിളിച്ചു കാണിക്കുന്നു. അൽ ഖാലിഖ്, സൃഷ്ടിയുടെ ആരംഭത്തെയും, അൽ ബാരി, അതിൻ്റെ വികസനത്തെയും, അൽ മുസവ്വിർ, രൂപത്തിലേക്കുള്ള സൃഷ്ടിയുടെ അന്തിമഘട്ടത്തെയും സൂചിപ്പിക്കുന്നു. അൽ ഗഫാർ, മഹാനായ ക്ഷമാശീലൻ. അൽ ഗഫാർ എന്നത് മഹാനായ ക്ഷമാശീലൻ, പലവട്ടം പലകുറി നമ്മുടെ പാവങ്ങൾക്ക് മാപ്പ് നൽകുന്നവൻ എന്നർത്ഥം. ഗഫാർ എന്ന ദൈവിക പദം അള്ളാഹുവിൻ്റെ അനന്തമായ ക്ഷമയെ പ്രതിനിധാനം ചെയ്യുന്നു. അള്ളാഹു അതിജീവനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ്റെ പിഴവുകളെ ക്ഷമിക്കുന്നു. താൻ
കൃത്യമായി, ശക്തമായി, വ്യക്തമായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹു ക്ഷമിക്കുകയും അവർക്ക് തുണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾ എത്രയോ തവണ പാപം ചെയ്താലും തങ്ങൾ സത്യസന്ധമായി മാനസാന്തരപ്പെടുകയാണെങ്കിൽ അള്ളാഹു പാപം മാപ്പ് നൽകും. അൽ ഖഹാർ, സർവശക്തനായ കീഴടക്കുന്നവൻ. അൽ ഖഹാർ എന്നത് കീഴടക്കുന്നവൻ, ഏതിനു മീതിയുള്ള ശക്തി എന്നാണ് അർത്ഥം. ഖഹാർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ എല്ലാം അടക്കാൻ കഴിയുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ വശത്ത് അതിനാൽ നിർബന്ധിതമായ പിശുക്ക് കാണിക്കില്ല. അള്ളാഹുവിന്റെ ശക്തിക്ക് മുമ്പിൽ എല്ലാം കീഴടങ്ങുകയാണ്. അള്ളാഹു സ്വന്തം ഇഷ്ടപ്രകാരം ശക്തിപ്രയോഗം നടത്താൻ സമർത്ഥനും സൃഷ്ടിയിലെ എല്ലാ നിഗൂഢതകളെയും താൻ നിയന്ത്രിക്കാൻ കഴിയുന്നവനുമാണ്. അൽ വഹാബ്, വിശ്വദായകനും ദാനശീലനും. അൽ വഹാബ് എന്നത് വിശ്വദായകനും പ്രത്യേകിച്ച് നന്ദി കെട്ടതുപോലുള്ള ആൾക്കാർക്ക് പോലും നൽകുന്ന ദയാശീലൻ എന്നർത്ഥം. വഹാബ് അള്ളാഹുവിന്റെ ഉദാരതയെ പ്രതിനിധാനം ചെയ്യുന്നു. അള്ളാഹു തന്റെ സൃഷ്ടികളേക്ക് പരിപൂർണമായ ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അവർ എന്ത് ചോദിച്ചാലും ചോദിക്കാത്തതാലും എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളുമാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നത്. കൂടാതെ അള്ളാഹു തന്റെ കരുണയിൽ നിന്ന് ഉപഹാരങ്ങൾ നൽകുകയും അവക്ക് മറക്കാത്തതും എന്നാൽ അവന്റെ വിശാലതയും വിശാലമായ കരുണയുടെ ഭാഗമാണ്. ഈ 3 പേരുകളും അള്ളാഹുവിന്റെ അദ്വിതീയ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. അൽ ഗഫാർ എന്നത് അനന്തമായ ക്ഷമയെ, അൽ ഖഹാർ എന്ന എല്ലാ ശക്തിയെയും കീഴടക്കുന്ന ശക്തിയെ, അൽ വഹാബ് ദയയും ദാനങ്ങളും എല്ലാം സൃഷ്ടിക്കും നൽകുന്നവന് എന്നതാണ്. الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الله 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 الله